ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഹൈപ്പോതൈറോയിഡിസത്തിനെ കുറിച്ച് കേൾക്കാം. എന്താണ് ഹൈപ്പോതൈറോയിഡിസം? തൈറോയിഡിൻ്റെ ഹോർമോണുകളാണ് T3, T4. ഇവ കുറയുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണ്? നമ്മുടെ ബേസൽ മെറ്റബോളിക് കുറയും. അതുവഴിയായിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും. അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ് കുറവായിരിക്കും, BP കുറവായിരിക്കും. പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കോൾഡ് ഇൻടോളറൻസ് ഉണ്ടായിരിക്കും. കോൾഡ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ തണുപ്പ് തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, തണുത്തിരിക്കുക, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ജോയിൻ്റ് ആൻഡ് മസിൽ പെയിൻ ഉണ്ടായിരിക്കും, ആർത്രൈറ്റിസ് ഉണ്ടായിരിക്കും, കൈകാലുകളിൽ തരിപ്പ് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പീരീഡ്സ് ഒന്നുകിൽ ഇറഗുലർ ആയിരിക്കും അല്ലെങ്കിൽ ഹെവി പീരീഡ്സ് ആയിരിക്കും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും, മലബന്ധം, വയറ്റിൽ നിന്ന് ശരിക്കും പോവാതിരിക്കുക. ചിലർക്ക് ശബ്ദത്തിലൊക്കെ വ്യത്യാസം കാണാം. പിന്നെ ഡ്രൈ സ്കിന്നായിരിക്കാം, ഡ്രൈ ഹെയർ ആയിരിക്കാം. അതുപോലെ തന്നെ ബ്രെയിൻ ഫോഗ് എന്ന് പറയും. ബ്രെയിൻ ഫോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സിംറ്റംസ് ഒരുമിച്ച് ചേർന്നിട്ടുള്ളതാണ്. അതിൽ ഓർമ്മക്കുറവ് വരാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഡിപ്രഷൻ പോലെ വരാം. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ശരിക്കും കോൺസെൻട്രേഷൻ ചെയ്യാതിരിക്കാൻ പറ്റുക. അങ്ങനത്തെയൊക്കെ ആയിരിക്കാം ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. പിന്നെ ചിലവരുടെ ഫേസൊക്കെ പഫി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഇൻഫെർട്ടിലിറ്റി വരെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് സിവിയറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ തന്നെ ഇല്ലാണ്ട് കഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം വരുമ്പോൾ ശ്രദ്ധിച്ച് ആദ്യമേ തന്നെ ഈ സിംറ്റംസൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇനി എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? തൈറോയിഡ് ഉള്ളവരൊക്കെ ആണെങ്കിൽ സോയ ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യണം. സോയയുടെ മിൽക്ക്, സോയാബീൻ, അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പോതൈറോയിഡിസത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മൾ എനർജിയാക്കി മാറ്റണം. ഹൈപ്പോതൈറോയിഡിസത്തിൽ ഈ ബേസൽ മെറ്റബോളിസം ഒക്കെ കുറയുന്നത് വഴിയായിട്ട് ഈ കലോറിയൊന്നും എനർജിയൊന്നും ഉണ്ടാവാതെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഫാറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ബേക്കറി ഐറ്റംസ്, ഫ്രൂട്ട് ജ്യൂസസ്, ഷുഗറി ഫുഡ്സ്, അതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. സോയ ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. സോയയുടെ എല്ലാ ഇതും അവോയ്ഡ് ചെയ്യണം. പിന്നെ ഗ്ലൂട്ടൻ കണ്ടെയ്നിങ് ഫുഡ്സുകളുണ്ടായിരിക്കും. അതായത് ഈ ഗോതമ്പ്, ബാർലി, ബൾഗർ, അങ്ങനെ കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്തൊക്കെ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ കഴിക്കണം? പച്ചക്കറികൾ കഴിക്കാം, പക്ഷെ കോളിഫ്ലവർ ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ബദാം, നട്ട്സ്, അയഡിൻ കഴിക്കണത് വളരെ നല്ലതായിരിക്കും. പിന്നെ സെലീനിയം റിച്ച് ഫുഡ്സ് ഏതൊക്കെയാണ്? ചുവന്നരി, അതൊക്കെ സെലീനിയം റിച്ച് ഫുഡ്സാണ്. അതുപോലെ തന്നെ അയഡിൻ കണ്ടെയ്നിങ് ഫുഡ്സ്, അതൊക്കെ നമുക്ക് കഴിക്കാം. ഹൈപ്പോതൈറോയിഡിസം നമ്മൾ നേരത്തെ തന്നെ അത് കണ്ടുപിടിച്ചിട്ട് നമുക്കത് തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. ഇതിൽ TSH എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് കൂടുതലും T3, T4 അളവ് കുറവായിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. താങ്ക് യു.